പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവൻ വിശുദ്ധായ സ്നേഹമുള്ള സഹോദരൻ, ഈശോയുടെ ജനന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അനുസ്മരിക്കുന്ന ദിവസങ്ങളാണിത്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 24-ാം വചനത്തില് യോസേഫ് പിതാവും മറിയവും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന നാളുകള്. ആ നാളുകളില് പരിശുദ്ധ മറിയം ഗർഭവതിയായി കാണപ്പെട്ടു. ഇവിടെ പറഞ്ഞ യോസഫ് നീതിമാനാകയാലും അവളെ ഉപേക്ഷിക്കാനായിട്ട്, രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ മനസ്സ് സംഘർഷത്തിലൂടെ നടന്നു പോകുന്ന നാളുകളില് സ്വപ്നത്തിലെ ദർശനമനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഗർഭവതിയായിരിക്കുന്നത് എന്നുള്ള അരുളപ്പാട് ലഭിച്ചതനുസരിച്ച് അവളെ സ്വീകരിക്കുന്ന ആ രക്ഷാചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം. വിശുദ്ധ ഗ്രന്ഥത്തില് ഇവിടെ ദൈവത്തെ വിശദീകരിക്കുകയാണ്. കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം എന്ന് പറയുകയാണ്. കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് പലപ്പോഴും കാരുണ്യവാനാണ്, അല്ലെങ്കിൽ നിത്യവിദ്യാളനാണ്, നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് ശിക്ഷിക്കുന്നവനാണെന്നൊക്കെ ചിന്തയാണുള്ളത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ഇവിടെ പറയുന്നത് കാരുണ്യവാനാണ്, കൃപാനിധിയാണ് ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ. മാനുഷികമായ തലത്തിലൂടെ ദൈവത്തെ കാണുകയാണ്. സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് അതിനോട് കരുണ കാണിക്കുന്നവൻ. അപ്പോൾ ദൈവം ആത്യന്തികമായിട്ട് കരുണ കാണിക്കുന്നവനും തെറ്റുകൾ ക്ഷമിക്കുന്നവനും കരുണയോടുകൂടി നമ്മളെ പറ്റി തീരുമാനമെടുക്കുന്നവരുമാണ്. ആ വിധത്തിൽ ദൈവത്തെ ഭയപ്പെടേണ്ടതില്ല. ദൈവം നീതിമാനാണ്. അപ്പോൾ അനുതാപത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് കഴിയും. തെറ്റുകളെല്ലാം കൂട്ടിവെച്ച് നമ്മെ ശിക്ഷിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു വിദ്യാളനായിട്ടല്ല, കരുണാനിധിയായ ദൈവത്തെയാണ് നമ്മൾ കാണേണ്ടത്. ദൈവം ക്ഷമാശീലനാണ്, കാരുണ്യവാനാണ്, ക്ഷമിക്കുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ്. ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് നന്മയിലേക്ക് തിരിച്ചു വരാനും ദൈവത്തിന്റെ കരുണയിലേക്ക് തിരിച്ചു വരാനും നമ്മളാരും പഠിക്കേണ്ടതില്ല. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വചനങ്ങൾ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. അപ്പോൾ അത് സ്വർഗീയ ജീവിതത്തെ പറ്റിയാണ്, വരാനിരിക്കുന്ന ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. നമ്മുടെ ഇഹലോക ജീവിതത്തിന്റെ ഒരു തുടർച്ചയാണ് പാരത്രിക ജീവിതം. നമുക്കറിയാം, സ്വർഗീയ ജീവിതം നമ്മുടെ ഇഹലോകത്തിലെ ജീവിതത്തിന്റെ തുടർച്ചയും പൂർണ്ണതയുമാണ്. അതുകൊണ്ട് ഇവിടെ മനുഷ്യന് സങ്കടങ്ങൾ ഉണ്ടായിരിക്കും, കരുത്തിലും പ്രലാപം ഉണ്ടായിരിക്കും. എന്നാൽ സ്വർഗീയ തലത്തില് അവരുടെ അവരുടെ മിഴികളിൽ നിന്നും കണ്ണുകളെല്ലാം തുടച്ചു നിൽക്കും. അവിടുന്ന് ദൈവത്തിന്റെ ജനമെന്നുള്ള നിലയിൽ ദൈവത്തോടു കൂടിയായിരിക്കും. അതാണ് സ്വർഗീയ ജീവിതം എന്ന് പറയുക. മത്തായിയുടെ സുവിശേഷം 18 മുതൽ 1-ാം അധ്യായം 11 വചനങ്ങളില് ആദ്യം ഈശോയുടെ ജനനത്തെ പറ്റിയുള്ള വംശാവലി ഉദ്ധരിച്ചുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത്. വംശാവലി പുസ്തകം. ആ വംശാവലി പുസ്തകം സ്ഥാപിക്കുന്നത് ഈശോ അബ്രാഹത്തിന്റെയും ദാവീദിന്റെയും മകനാണ്. അപ്പോൾ ആ
അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വംശാവലിക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാലും യേശുവിന്റെ വംശാവലി പരിഗണിക്കുമ്പോൾ, അത് പരിശോധിക്കുമ്പോൾ വിജാതി രക്തം അതിൽ കാണാനായിട്ട് പറ്റും. അതിൽ പാപികളായിട്ടുള്ള മനുഷ്യര് ആ വംശാവലിയിൽ കടന്നു വരുന്നുണ്ട്. അത് സൂചിപ്പിക്കുകയും കാണിക്കുകയും ചെയ്യുന്നത് ഈശോ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതാരം ചെയ്തത് എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നീതിമാന്മാരെ മാത്രമല്ല, പാപികളെ രക്ഷിക്കാനാണ് വന്നത് എന്ന് യേശു അടിവരായിട്ട് പറയുന്നുണ്ട്. ഞാൻ നീതിമാരെ തേടിയല്ല, പാപികളെ തേടി. കാണാതെ പോയ കുഞ്ഞാടിനെ അന്വേഷിച്ചു പോകുന്ന ദൈവത്തിന്റെ ആ കരുണാർദ്രമായ സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് ഈശോയിൽ കണ്ടെത്താനായിട്ട് കഴിയും. ലൂക്ക 1:26-37 മറിയത്തിന് കിട്ടിയ മംഗളവാർത്ത നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പ് സ്വപ്നത്താല് നയിക്കപ്പെട്ട വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭവതിയായിരിക്കുന്നതെന്നും സ്വപ്നത്തിലെ അരുളപ്പാടനുസരിച്ച് മാതാവിനെ ഭാര്യയായി സ്വീകരിച്ചു എന്നത്തെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം യൂസഫ് പിതാവിന്റെ ഹൃദയത്തില് സംശയമുണ്ടായി. അവിടെ പറയും നീതിമാനാകയാൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പരസ്യമായിട്ട് കാലത്തിന് കൊല്ലണം, അതാണ് ശിക്ഷ. എന്നാൽ നീതിമാനാകയാൽ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ സംഘർഷനിർഭരമായ ഹൃദയത്തോടു കൂടി നീങ്ങുന്ന നാളുകളിൽ സ്വപ്ന ദർശനം അനുസരിച്ച് പരിശുദ്ധാത്മാവിനാലാണ് മറിയം ഗർഭവതിയായിരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യോസേഫ് പിതാവിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കാണുന്നത്. യേശു എന്ന് നാമകരണം ചെയ്തു. യേശു രക്ഷകനാണ്. അതുപോലെ എമ്മാനുവേൽ എന്നറിയപ്പെടും. എമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ എന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെല്ലാറുണ്ട്. അപ്പം എമ്മാനുവേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാനുവേലിന്റെ ചുരുക്കപ്പേരാണ് മാണി എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പോൾ എമ്മാനുവേല് ദൈവം നമ്മോടുകൂടെ എന്ന് അറിയപ്പെടുമെന്ന് പറയുന്നുണ്ട്. 1:19 നീതിമാൻ ഇക്കാരിയോസ് എന്ന് പറയും. നീതിമാൻ പരിശുദ്ധാത്മാവിന ഗർഭിണിയായ മറിയം കുടുംബമായിട്ട് നിയമം അനുസരിച്ച് വിവാഹം നിശ്ചയം കഴിഞ്ഞാല് ഭാര്യാഭർത്താക്കന്മാരുടെ പതിയ അവകാശങ്ങളുമുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞാണ് അവർ വിവാഹിതരാകുന്നത്. അവർ സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. അതാണ് നിയമാവർത്തന പുസ്തകം 22-23 വചനങ്ങളിൽ പറയുന്നത്. യോസേപ്പിന്റെ മനസ്സിൽ സംഘർഷാത്മകമായ പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. മറിയത്തെ കുറ്റം വിധിക്കാതെ, അപമാനത്തിന് വിധേയാക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന നാളുകള് സ്വപ്ന ദർശനമനുസരിച്ച് പരിശുദ്ധാത്മാവിനാലാണെന്നുള്ളത് സ്വപ്ന ദർശനമനുസരിച്ച് യോസേഫ് പിതാവ് മാതാവിനെയും സ്വീകരിച്ചുകൊണ്ട് പിന്നീടുള്ള ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്, പിതാവായി മാറുകയാണ്. മനുഷ്യ ജീവിതത്തിൽ സംഘർഷങ്ങൾ കടന്നു വരാം. ഓരോ കാരണങ്ങളുണ്ട് ദമ്പതികളുടെ ജീവിതത്തില്. അത് എല്ലാ കാലത്തുള്ള ദമ്പതികൾക്ക് വരാം. ഓരോ കാരണങ്ങൾ കൊണ്ട് ചിലർക്ക് സംശയങ്ങൾ, ചിലർക്ക് വകവെക്കാതിരിക്കുക. ആദ്യകാലത്ത് സ്നേഹവും കൂട്ടായ്മയും ഉണ്ടെങ്കിലും കുറെ കഴിയുമ്പോൾ ആരാണ് വലുതെന്നുള്ള ചിന്ത. അതുപോലെ മക്കളെ ഒരു ഗ്രൂപ്പിലാക്കേണ്ട, അപ്പന്റെ ഗ്രൂപ്പ് അമ്മയുടെ ഗ്രൂപ്പാക്കിക്കൊണ്ട് എതിരാളിയായിട്ട് കണക്കാക്കുന്ന പ്രവർത്തന ശൈലികള്. നല്ല കുടുംബം എന്ന് പറയുന്നത് എന്താ? അത് മക്കൾക്ക്, ഈ മക്കൾ എന്ന് പറഞ്ഞ 2 പേരുടെയുമാണ്. അപ്പോൾ അമ്മ പിതാവിനെ ബഹുമാനിക്കാൻ മക്കളെ പഠിപ്പിക്കണം. അപ്പൻ മാതാവിനെ ബഹുമാനിക്കാൻ കുട്ടികളെ ചെയ്യണം. ഒന്നിച്ചു നിൽക്കുന്ന കുടുംബം രക്ഷ പ്രാപിക്കും. അതാണ് ഐഡിയലായിട്ടുള്ള കുടുംബം, അതാണ് മാതൃകാപരമായ കുടുംബം, അതാണ് മാതൃകാപരമായിട്ടുള്ള ദമ്പതികള്. അപ്പോൾ ജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ
സ്വന്തം ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് കുടുംബജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ കൂട്ടായ്മയായിട്ട് കഴിയേണ്ടവരാണ് ദമ്പതികള്. ഇത് ജീവിതത്തിന്റെ അവസാനം വരെയും പോകേണ്ടതാണ്, അടിവെച്ച് പിരിയേണ്ടവരല്ല. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ത്യാഗത്തിന്റെ ജീവിതശൈലി ഉണ്ടെങ്കിൽ യോസേഫ് പിതാവ് മാതാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിയേശുവിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോയി അവിടെ വിദ്യാർത്ഥികളുടെ നാട്ടില് ഈജിപ്തിൽ തച്ചന്റെ പണിയെടുത്ത് കുടുംബത്തെ പോറ്റുകയും ചെയ്തു. ഓരോ ജീവിതവും നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കടമകളുണ്ട്. കുടുംബങ്ങളിൽ മക്കള് ജനിച്ചു വളർന്നു വരുമ്പോൾ അവരെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ചുമതലയും ദൗത്യമുണ്ട്. രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കേണ്ടതാണ്. സ്നേഹത്തിലെ കൂട്ടായ്മയിലും ഒക്കെ പരസ്പരങ്ങൾ കുറ്റങ്ങൾ കാണാതെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കാണും. ആ നന്മകളെ എണ്ണി കാണാനായിട്ട് കഴിയണം. കുറ്റങ്ങൾ മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സമാധാനമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കുകയല്ല വേണ്ടത്. ഓരോ വ്യക്തിയിലും നന്മയിൽ കുറവുകളുണ്ട്. മനുഷ്യരായതുകൊണ്ട് ഹോമ എറാരെ അസ്തുന്ന ഒരു വാക്കുണ്ട്. ചില മാനുഷികമാണ് തെറ്റുകൾ സംഭവിക്കുക, ദൈവികമാണ് അതിനെ തിരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളത് ദൈവികമാണ്. നാരായണ ദർശനമനുസരിച്ച് ദൈവികമായിട്ടാണ് യോസേഫ് പിതാവ് പെരുമാറിയതോ. അതുപോലെ തന്നെ സുവിശേഷത്തിലെ വചനങ്ങൾ നമുക്ക് വഴികാട്ടിയാണ്. വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുക. ഈ വാർദ്ധക്യത്തിലെ പല കുടുംബങ്ങളിലും പ്രായമായ അപ്പനമ്മയിലാണ് പണ്ട് കൂട്ടുകുടുംബായിരുന്നു. അവിടെ ഒത്തിരി മക്കളുണ്ടായിരുന്നു, നോക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് വാർദ്ധക്യത്തിലും വയസ്സായ അപ്പനും അമ്മയും ഒരാൾ കിടപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ അന്വേഷിക്കാൻ ആളുമില്ല. ഹോം നേഴ്സിനെ അന്വേഷിക്കുക. 25,000 35,000 കൊടുത്താലും ആളെ ഉചിതമായി നോക്കുന്ന ഒരാളെ കിട്ടാനില്ല. മക്കളങ്ങനെ ലണ്ടനിലോ അമേരിക്കയിലോ അയർലൻഡിലോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഒന്നിച്ചു കഴിയുമ്പോൾ ആ കൂട്ടായ്മയും സ്നേഹവും പുലർത്തിയില്ലെങ്കിൽ അന്നേരവും വഴക്കും കൂടി നടന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാനം ചെറിയ തമാശയുള്ള വഴക്കുകളൊക്കെ കൊള്ളാം. എങ്കിലും പരസ്പരം സംസാരിക്കാനും പങ്കുവയ്ക്കാനും ഒന്നിച്ചായിരിക്കാനും ഒക്കെ ജീവിതത്തിന്റെ സായംകാലഘട്ടത്തിലും ദമ്പതികൾക്കും മാതാപിതാക്കൾക്കും കഴിയേണ്ടതാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കടിച്ച് കളയാനായിട്ടുള്ളതല്ല. സമാധാനത്തിലും ശാന്തിയിലും സ്വസ്ഥതയിലും നന്മയിലും ജീവിച്ചു തീർക്കാനുള്ളതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യരാരും വഴക്കടിക്കാനും കലഹമുണ്ടാക്കാനും തല്ലിപ്പിടിക്കാനും നൽകുകയില്ല. ബുദ്ധി ചില ഉടഞ്ഞു കഴിയുമ്പോഴാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ തീരാവുന്നതേ ഒത്തിരി പ്രശ്നമുണ്ട്. നന്നായിരിക്കുന്നു, നമുക്കെല്ലാം നഷ്ടമല്ലോ. ഭാര്യ ഒരു ആഹാരം ഉണ്ടാക്കുന്നത് നന്നായിരിക്കുന്നെന്ന് പറയാനായിട്ട് നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു നല്ല വാക്ക് ഇപ്പൊ അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല ആഹാരം കിട്ടും. അപ്പുറത്തെ ആഹാരം മോശമാണെങ്കിലും. അതുപോലെ ഭർത്താവ് അധ്വാനിക്കുന്ന കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഈ കുടുംബത്തിന്റെ പിതാവിനെ പറ്റി നല്ലത് മക്കളെ കൊണ്ട് പറയിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പിതാവ് അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങള് അത് അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മൂന്നാമതായിട്ട് ഈ അധ്വാനത്തിന്റെ ജീവിതശൈലിയിൽ മക്കളെ ഉൾച്ചേർക്കണം. അവര് ജീവിതത്തിന്റെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ളവരാണ്. അവരുടെ ശാരീരിക വളർച്ചയനുസരിച്ച് പണികൾ ചെയ്യണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ട് കഴിയണം അവര്. അതാണ് വിദ്യാഭ്യാസം. സ്കൂളിലെ വിദ്യാഭ്യാസം മാത്രമല്ല, കുടുംബത്തില് മാതാപിതാക്കൾ അവരെ ഓരോ കാര്യത്തിനും പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ പുലി ഒറ്റാനായിട്ട് നടക്കുന്ന പുലികളെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഈ പൂച്ചയുടെ മൂത്ത സാധനമാണ് ഈ പുലി എന്ന് പറയുന്നത്. വലിയ പുലിയുണ്ട്, ചെറിയ പുലിയുണ്ട്. ഇത് മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ചാടി വന്നിട്ട് കഴുത്തിന് പിടിക്കും, അല്ലെങ്കിൽ കയറി പിടിക്കും. ഒരു വലിയ പുലിയാണെങ്കിൽ ചെറുതിനോട് കൊടുത്തില്ല, ഒരു ശബ്ദം പുറപ്പെടുക്കുക. അപ്പോഴേ മനുഷ്യൻ നിന്ന് പോകുന്നതാണ്. ബൈക്കിന് പോകുന്നവരും അതുപോലെ പുലികളോടെ കാട്ടിക്കൂടെ നടന്നു പോകുന്നവരൊക്കെ നമ്മുടെ വയനാട്ടിലൊക്കെ പുലി തിന്നിട്ട് പിന്നെ അസ്ഥിയൊക്കെ കിട്ടിയ സംഭവങ്ങൾ പലതുമുണ്ട്. വയനാട്ടിലുണ്ട്, വേറെ നാട്ടിലുമുണ്ട്. പുലികളൊക്കെ പലയിടത്തും ഇറങ്ങാറുമുണ്ട്. ഈ പുലി ഒറ്റാനായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റയാനായിട്ടല്ല നമ്മൾ നടക്കേണ്ടത്. സിംഹാണെങ്കിലും എല്ലാത്തിനും കൂടി ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് ആക്രമിക്കുന്നത്. പുലി ഒറ്റയാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് നടക്കുന്നത്. നമ്മൾ പുലിയെ പോലെ ആകരുത്. ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കേണ്ടവരാണ് കുടുംബത്തിലെ എല്ലാവരും എന്നുള്ള സത്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി നീതിയെ പറ്റി പറയുമ്പോൾ
നീതിക്കുള്ള വാക്ക് നിഷ്പാത്. സാമൂഹികമോ വർഗീയമോ വംശീയമോ ആയ പരിഗണന കൂടാതെ നിഷ്പക്ഷമായിട്ട് ഇടപെടുന്നതാണ് നീതി എന്ന് പറയുന്നത്. വേറെ വാക്കിൽ പറഞ്ഞാൽ ഓരോരുത്തർക്കും അവകാശമായത് കൊടുക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. ഈ പ്രവാചകന്മാര് അനാഥർ, വിധവകൾ, പരദേശികൾ, പാവപ്പെട്ടവർ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ശബ്ദിച്ചവരാണ് പ്രവാചകന്മാര്. അപ്പോൾ അവർക്ക് നീതി ചെയ്യണം. സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള അവഗണന അനുഭവിക്കുന്ന ആളുകൾക്ക്, അനാഥരായിട്ടുള്ള ആളുകൾക്ക്, വിധവകൾക്ക്, പരദേശികൾക്ക്, പാവപ്പെട്ടവർക്ക് അവർക്ക് വേണ്ടി ശബ്ദിച്ചവരാണ്. അവർക്ക് വേണ്ടി സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ് ജനത എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഭാഷയിലും ശൈലിയിലും ആമോസ് തുടങ്ങിയ പ്രവാചകന്മാര് പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അവരുടെ വചനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. സങ്കീർത്തനം 68:5 പറയുന്നത് ദൈവം അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. ദൈവം അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നീതി, ജസ്റ്റിസ്, നീതിയെ പറ്റി പറയാണ്ട് ജസ്റ്റിസ്, അതാണ് ഇംഗ്ലീഷിലെ വാക്ക്. ആ നീതിയില് ഒന്ന് നിശബ്ദനായിരുന്നയാളാണ് യോസേഫ് പിതാവ്. രണ്ടാമതായിട്ട് നീതിയിൽ വരുന്നതാണ് ബഹുമാനം, റെസ്പെക്ട്. അവമാനിക്കാൻ ഇഷ്ടപ്പെടാകിയാല് അങ്ങനെ മാതാവിനോട് റെസ്പെക്ട്, ബഹുമാനം ഉണ്ടായിരുന്നു ആ നീതിയിൽ. മൂന്നാമതായിട്ട് സ്വീകരണം, നീതി, അക്സെപ്റ്റൻസ്. ഒരാളെ ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുന്നതാണ് അക്സെപ്റ്റൻസ്. പറഞ്ഞ മാതാവിനെ ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുകയാണ് യോസേഫ് പിതാവ്. അതുപോലെ നീതി കരുണയാണ്, മേഴ്സി, കരുണ കാണിച്ച വിശുദ്ധ യോസേഫ് പിതാവ്. ദിവംഗതനായ പോപ്പ് ഫ്രാൻസിസ് കരുണയുടെ ഒരു പിതാവായിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞാല് എബിലിറ്റി ടു സീ ദ വേൾഡ് ത്രൂ ദ ഐസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള കണ്ണിലൂടെയും ഈ ലോകത്തിലെ സാഹചര്യങ്ങളെയും ലോകത്തേക്ക് വിലയിരുത്താനായിട്ടുള്ള കഴിവ്. ഇപ്പോൾ ഇന്ന് വിശുദ്ധ യോസേഫ് പിതാവ്, നീതിമാനായ യോസേഫ് പിതാവിനെ പറ്റി തിരുക്കുടുംബത്തിന് സംരക്ഷണം ഏറ്റെടുത്ത യോസേഫ് പിതാവ്, എന്നെ മഹാനായ യോസേഫ് പിതാവ്, വളർത്തുന്നവനായ യോസേഫ് പിതാവ്, എല്ലാ പിതാക്കന്മാരുടെയും മധ്യസ്ഥനാണ്. എല്ലാ മാതാപിതാക്കളും, പ്രത്യേകിച്ച് പിതാക്കന്മാർ വളർത്തുന്നവരാണ്, കുടുംബത്തിന്റെ നാഥന്മാരാണ്. കുടുംബനാഥന്മാരെന്നുള്ള നിലയിൽ ബഹുമാനം അമ്മമാരും ഭാര്യമാരും ഒക്കെ പിതാക്കന്മാർക്ക് നൽകേണ്ടതാണ്. പിതാക്കന്മാർ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളെയൊക്കെ വളർത്തുന്ന ജീവിത പങ്കാളികളോട് കരുണയോടെ ആദരവോടുകൂടി സംസാരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരുടെ അധ്വാനത്തെ വിലമതിക്കുകയും ചെയ്യുമ്പോൾ കുടുംബം മഹനീയമാകുന്നു. ഈജിപ്തിലേക്ക് പോയ തിരുക്കുടുംബം സ്നേഹത്തിനും കൂട്ടായ്മയിലായിരുന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളുമായിരിക്കട്ടെ. പിതാവിന്റെയും